ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാറേ പണി അങ്ങോട്ട് പോയാലും നല്ല തൂമ്പുണ്ട് നാട്ടില്. മനസ്സിലായോ? നല്ല തൂമ്പുണ്ട് നാട്ടില്. ഞങ്ങൾ പോലീസുകാരെ ഞങ്ങൾ കളക്കാനിറങ്ങും, എന്നാലും ഈ അനീതിക്ക് സാറിന്റെ കൂടെ ഉണ്ടെന്നാ. ഒരു സ്ഥലത്ത് വന്നപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞോ, ആ CCTV ഒക്കെ ഒന്ന് ഓഫാക്കുക നമ്മളെ സ്റ്റാഫിനോട്. അപ്പൊ നല്ല റാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. കേട്ടെ സാറേ, അപ്പളാ പറഞ്ഞു കയ്യിന് നല്ല ബലുണ്ട്, തൂമ്പായിട്ട് ഇറങ്ങിക്കോളാം മക്കളെ പോറ്റാൻ. ആ പോലീസും കേരളത്തിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോ ബൈപ്പാസും മറ്റേ മുനിസിപ്പാലിറ്റിന്റെ കാര്യം കാണിക്കൊന്നും ഞാൻ കിടക്കണില്ല. തൃശ്ശൂർ പൂരം വിട്ടുപോയിണല്ലേ. അതൊക്കെ ആകെ കലങ്ങി നിൽക്കണ പൂരം ഞാനും കലക്കേണ്ട കാര്യമില്ല. അത് ആകെ കലങ്ങിയിട്ട് എന്തായാലും പറയാ, പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, പേരിട്ടില്ല, ഒരു നാടൻ പേര്, നന്നാറി സർവത്തൊന്നുമല്ല, ഇതൊക്കെപ്പാടെ കൂട്ടിയിട്ടൊരു സാധനമുണ്ട് എന്ന് ഇനിയിപ്പോ ഇങ്ങനെ കാത്തിരിക്കുക എല്ലാവരും. എന്താ അറിയോ, അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് ADGP അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. ഭയങ്കര തീരുമാനമാണ് കേട്ടാ, ഭയങ്കര തീരുമാനമാണ് കേട്ടാ തൃശ്ശൂർ എടുത്തതേ. വല്ല കാര്യമുണ്ടോ? ആ കസാലിൽ നിന്ന് മാറ്റി അപ്പുറത്തെ കസാലിക്കാൻ ഞാൻ കൊടുത്ത അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ മാത്രം മതി ഈ ചങ്ങാതിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തെടുക്കാൻ. ഇനിയിപ്പൊ അതിന് കൈയൊട്ടാൻ നിൽക്കുക എല്ലാവരും. ഏത് ADGP മാറ്റിയോ അല്ലേ? വെറുതെ വിഡ്ഢികളാ നിൽക്കേണ്ട ജനങ്ങളെ നിങ്ങള്. സസ്പെൻഡ് ചെയ്ത് PHQവിനെ പുറത്തു നിർത്തണമോനെ, ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ. PHQ എന്ന് പറഞ്ഞ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പുറത്തു നിർത്തണം. താക്കോല് വാങ്ങണം, എൻ്റെ അടുത്ത് ഫോൺ വാങ്ങണം, അവന്റെ മെയിൽ ID വാങ്ങണം. ഈ പോലീസുമായിട്ട് എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യണം. കള്ളിമുണ്ടെടുത്ത് നടത്തിവിടണം, കാക്കി അഴിച്ചു വെച്ചിട്ട്. എന്നിട്ട് സത്യസന്ധമായ അന്വേഷണം നടത്തണം. ഒന്നും നടക്കൂല കൂട്ടരെ, മനസ്സിലായോ? ഞാകെ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ, നിങ്ങൾ ഒറ്റ പ്രതീക്ഷ വെച്ചോളൂ, അത് നമുക്ക് ജുഡീഷ്യറിയാ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കട്ടെ. ഹൈക്കോടതിയുടെ പോലീസ് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, കോൾ ഫോർ ചെയ്യാലോ. അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ച് കണ്ടെത്താലോ. അങ്ങനെ മിടുക്കരും സത്യസന്ധരുമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടക്കട്ടെ. തെളിവ് PV അൻവർ ലോറി കൊണ്ടേ കൊടുക്കും. എങ്ങനെ? ലോറിയില്. ഇനി ഒരു തെളിവ് വലിക്കാൻ കൊടുക്കൂല. അത് കിട്ടുന്ന ചാരി ഇരിക്കും വേണ്ട. ഇതൊന്ന് മാറി തിരിഞ്ഞ് വേറെ ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം. കൊടുത്തതിന്റെ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കൊടുത്തതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അൻവറാക്ക തെളിവ് പുറത്തു വിടുവോ, തെളിവ് പുറത്തു വിടുക ആരും നിൽക്കണ്ട. ഓരോന്നും വിടണില്ല. ഇവരൊന്ന് അന്വേഷിച്ച് പോട്ടെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത റൗണ്ട് കോടതി വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. എന്താ അപ്പൊ ഇനിയുണ്ട്. നിങ്ങളും കുഴങ്ങിക്കണ്, ഞാൻ കുഴങ്ങിയിട്ടില്ല, എന്റെ കാല് ധരിക്കണില്ല, അത്രേ ഉള്ളൂ. അപ്പോ താനൂരൊക്കെ നമുക്ക് പറയാൻ നിൽക്കുകയാണ്. CBI ഒന്ന് അന്വേഷിക്കട്ടെ. എല്ലാവർക്കും അറിയാലോ, ഇതൊക്കെ പച്ചയായ പ്രപഞ്ചമായ സത്യല്ലേ. ഇവനെന്തായിരുന്നു പണി ഈ മോഹൻദാസിന്? തൊട്ടിലിൽ ടാറ്റ, വാവാവോ മോനെ വാവാവോ, സുജിത്ദാസ് മോനെ വാവാവോ. 3 കൊല്ലാട്ടി, 3 കൊല്ലം. എന്നിട്ട് എന്റെ രംഗത്ത് കയറാൻ വരിക. മര്യാദയ്ക്ക് മിണ്ടാതോടെ ഇരുന്നോളണം. എന്താ മോഹൻദാസ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഫോണ് ചോർത്തി കഴിഞ്ഞാൽ സങ്കടം ആരെങ്കിലും ചെയ്യോ? എന്തൊരു വൃത്തികേടാണ് ചെയ്ത്. മലന്ന് കടന്ന് തുപ്പാണ്. മലന്ന് കടന്ന് തുപ്പണോനെ അവന്റെ മുഖത്തേക്ക് എന്നത് വരുന്നത്. ഞാൻ നേർക്ക് നേരം ഇങ്ങനെ തുപ്പുക, അതെന്റെ മുഖത്തേക്കല്ല വരിക. ഒരു ജില്ലാ സെക്രട്ടറി പറയാ MLA മലന്ന് കടന്ന് തുപ്പാണ്. മലന്ന് കടന്ന് തുപ്പിയിട്ട് അത് വീണ്ടും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താ വിളിച്ചത്? കോമാളി. PV അൻവർ MLA കോമ്രേഡ് അല്ല, കോമാളി. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറയുന്നു. എനിക്കും അത്ഭുതമായി, എന്താണ് പഠിച്ചത് ഇങ്ങനെ എന്നെ കോമാളി വിളിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു പോയ നാട്ടിൽ, ഇതൊന്നും അറിയണല്ലോ. കോമാളി അൻവർ
കോമ്രേഡല്ല, കോമാളി അൻവർ. അപ്പൊ 2 ദിവസം അന്വേഷിച്ച വിവരം കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു തറവാട്ടിലൊക്കെയാണല്ലോ മൂപ്പര് ജനിച്ചത്. മൂപ്പര് അച്ഛന് ഒരു സർക്കസ് കമ്പനി ഉണ്ടായിരുന്നു, സർക്കസേ. അപ്പൊ ഇതിൽ പല ജാതി ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഇടയ്ക്ക് ഈ കോമാളി വേഷം സർക്കസിൽ നിങ്ങളെ കണ്ടിട്ടില്ല, ആകെ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. സർക്കസ് 2 മണിക്കൂറുണ്ടെങ്കിൽ കോമാളി എന്ന് വന്ന് ചന്തിക്കൊക്കെ 2 അടി അടിച്ചോ ആ ഹൂ ഹൂ എന്നൊക്കെ പറഞ്ഞു പോകും, ആൾക്കാർ ചിരിക്കും. അതാണ് സർക്കസിലെ കോമാളി. അപ്പൊ അതിന് ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയാൽ വെക്കൂല നിനക്ക്. ഈ 10-15 മിനിറ്റിൽ ഈ കോമാളി വേഷം ഈ പറയുന്ന EN മോഹൻദാസിന്റെ അച്ഛനായിരുന്നല്ലോ ആ റോൾ എടുക്കല്. അതുകൊണ്ട് ഈ കോമാളി കോമാളി എന്നുള്ള പേരിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു വിട്ടേക്ക്, സാരല്ല, ഒരു അച്ഛനെ ഓർമ്മിക്കുകയാണല്ലോ കോമാളി എന്ന് പറയുമ്പോൾ. അപ്പൊ അത്ര മോശപ്പെട്ട പേരൊന്നുമല്ല എന്ന് എനിക്കും തോന്നിയപ്പോൾ ഞാനത് വിട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.